Okay, so we are set to go. അപ്പൊ ഞാന് ഈ ക്വസ്റ്റ്യൻസിനെ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് എന്നാണ് വിളിക്കുന്നത്. പക്ഷെ നമ്മുടെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ പൊതുവെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ മൈൻഡിൽ വെക്കാം. അപ്പൊ എന്തൊക്കെയാണ് ആ ഒരു കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ക്വിക്ക് ആയിട്ടൊന്ന് ചർച്ച ചെയ്യാം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈസി അല്ലെങ്കിൽ അവര് എക്സ്പെക്ട് ചെയ്യുന്നത് ജസ്റ്റ് ആ ഒരു ടെക്നിക്കൽ നോളജ് മാത്രമല്ല. അതായത് നമുക്കിപ്പം ഒരു നോളജ് സൈഡ് ഉണ്ട്, മറ്റൊരു സൈഡ് എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് ഒരു പ്രായോഗികമായ ഒരു സിറ്റുവേഷനിൽ അതിനെ അപ്ലൈ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ആ ഒരു കഴിവ്, ആ ഒരു എബിലിറ്റി അവർ മനസ്സിലാക്കണം. അത് കൂടെ അവർ ചെക്ക് ചെയ്യും എന്നുള്ളത്. അപ്പൊ അതിന് നമുക്ക് എന്താ പറയേണ്ടത്, ആ പ്രോബ്ലംസ് ഉണ്ടാകാൻ സാധ്യതയുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാനുള്ള സിറ്റുവേഷൻസ് ലോക്കലി, അതായത് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഫാക്റ്റുകൾ നമുക്ക് അവൈലബിൾ ആണെങ്കിൽ നമ്മൾ അത് യൂസ് ചെയ്യണം. ആൻഡ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള സൊല്യൂഷൻസ് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോ ഒരു നല്ല ഒരു ആൻസർ, ഒരു വ്യത്യസ്തമായ ഒരു ആൻസർ നമുക്ക് കൊടുക്കുക, ആൻഡ് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആൻസർ നമുക്ക് ഓരോ സിറ്റുവേഷനിലും കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആൻഡ് ഈ ഒരു ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഈ വക ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യുന്നതിന് ചില ചോദ്യങ്ങൾക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു ഉത്തരം അങ്ങ് കൊടുക്കേണ്ട സാഹചര്യം വരും. ചില ചോദ്യങ്ങൾക്ക് നമുക്ക് എന്താ പറയേണ്ടത്, ഈ ഒരു 4 സ്റ്റെപ്പ് ഫോർമുല നമുക്ക് ഉപയോഗിക്കാം ആ ആൻസേഴ്സ് കൊടുക്കുന്നതിന്. അപ്പൊ ഏതൊക്കെയാണ് ആ ചോദ്യങ്ങൾ? നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ കൊടുക്കേണ്ടി വരുന്ന ചോദ്യങ്ങൾ ഏതാണ്? ഒരു ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഒരു ടോപ്പിക്കിനെ കുറിച്ച്. ഇപ്പൊ ഉദാഹരണം നിങ്ങളോട് ചോദിക്കുകയാണ്, എന്താ പറയേണ്ടത്, മാൽ ന്യൂട്രീഷൻ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? മാൽ ന്യൂട്രീഷൻ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? ഓക്കെ, അവരുടെ ആ ഒരു എന്താ പറയേണ്ടത്, ആ ഒരു വെയിറ്റ് വെച്ചിട്ടൊക്കെയാണ് നമ്മൾ അത് ഡിറ്റർമിൻ ചെയ്യുന്നത്, അല്ലെ? അപ്പൊ വെയിറ്റ് ചാർട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാകും. അപ്പൊ ആ ഒരു ബോഡി റേഷ്യോ, ആ വെയിറ്റ്, ആ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ നമ്മൾ വേറെ ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇനി ചില ചോദ്യങ്ങളുണ്ട്. ചില ചോദ്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഇന്ന സംഗതിയുടെ പ്രാധാന്യം നിങ്ങൾക്കറിയാമോ എന്ന് ചോദിക്കുന്ന ആ ഒരു ചോദ്യം. ഓക്കെ, അപ്പം അതിന്റെ പ്രാധാന്യം പറയണമെങ്കിൽ നമ്മൾ ഈ ഒരു 4 സ്റ്റെപ്പ് ഫോർമുല ഫോളോ ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി ഏതെങ്കിലും ഒരു സ്കീമിനെ കുറിച്ച് നമ്മളോട് ചോദിക്കുകയാണ്. ഇനി അതല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ അവർ ചോദിക്കുന്നത്, ഏതെങ്കിലും ഒരു അംഗൻവാടി വർക്കർ, അതായത് അംഗൻവാടിയിലെ ഒരു ടീച്ചർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് ഒരു പക്ഷേ എന്താ പറയേണ്ടത്, അവര് ഫോളോ ചെയ്യേണ്ട ആ ഒരു പോളിസി, പ്രാക്ടീസ്, പ്രൊസീജിയർ അനുസരിച്ച് അവർ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ആ ഒരു അംഗൻവാടി മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകുന്നില്ല. ആ ഒരു അവസരത്തിൽ നിങ്ങൾ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യും എന്നുള്ളത്. അപ്പോ അവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ജസ്റ്റ് ആ ഒരു ടെക്നിക്കൽ നോളജ് അല്ല, നമ്മൾ ഒരു പക്ഷേ എന്താ പറയേണ്ടത്, സൂപ്പർവിഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രീ സ്കൂൾ സൂപ്പർവിഷൻ, അതിനെ കുറിച്ചൊക്കെ നമ്മൾ സബ്ജക്ട്സ് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, അല്ലെ? നമ്മൾ എന്താ പറയേണ്ടത്, നമ്മുടെ ഈ ഒരു ICDS എക്സാമിന് തന്നെ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ എങ്ങനെയാണ്, അതിനകത്ത് മാനേജ്മെന്റിന്റെ റോൾ എന്താണ്, അതിനകത്ത് സൂപ്പർവൈസേഴ്സിന്റെ റോൾ എന്താണ്, ടീച്ചേഴ്സിന്റെ റോൾ എന്താണ്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ പറയേണ്ടത്, ആ ഒരു വ്യക്തിക്ക് നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കണം. ആ വ്യക്തിക്ക് കൊടുക്കുന്ന ഫീഡ്ബാക്ക് ചെറിയ നിസ്സാരപ്പെട്ട കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ റിട്ടൺ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ ആവശ്യം വരില്ല. അത് റിട്ടൺ ആയിട്ട് കൊടുക്കണം. നമ്മൾ മുകളിലോട്ടും നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട, അപ്പൊ നിങ്ങളുടെ CDPOയ്ക്ക് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം അവിടെ വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയാം. ആൻഡ് അതിന് സൊല്യൂഷൻസ് നമ്മൾ കൊടുക്കണം. ആ ഒരു വ്യക്തി ചിലപ്പം ആ ഒരു ഫീഡ്ബാക്ക് കൊണ്ട് മാറിയേക്കാം. ഇനി അതും അല്ലെങ്കിൽ അവർക്കൊരു റീട്രെയിനിങ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം അവിടെ വരും. അപ്പോൾ അവർക്കൊരു റീട്രെയിനിങ് കൊടുക്കുക എന്നുള്ള ആ ഒരു ഇതിപ്പോ റീട്രെയിനിങ് നമ്മളായിരിക്കില്ല ഒരു പക്ഷെ കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് എന്താ പറയേണ്ടത്, ആ ഒരു ട്രെയിനിങ് സെന്ററിലോ ഒക്കെ അയക്കേണ്ട ഒരു സിറ്റുവേഷൻ അവിടെ വരും സാധ്യതയുണ്ട്. അങ്ങനെ നമുക്ക് ആൻസേഴ്സ് ബിൽഡ് ചെയ്ത് പോകാം. അപ്പോൾ എന്താണ് നമ്മുടെ ഈ ഒരു ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു 4 സ്റ്റെപ്പ് ഫോർമുല ഈ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസിന്? ആദ്യം നമ്മൾ അതിന്റെ ആ ഒരു ഫ്രെയിം വർക്ക് ആണ് ഉദ്ദേശിക്കുന്നത്, അതായത് ആ ഒരു കോണ്ടെക്സ്റ്റ്, ആ ഒരു സാഹചര്യം എന്താണ് എന്നുള്ളത്. അപ്പോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും നമുക്ക് എന്താ പറയണ്ടേ, അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിട്ട്. ഇപ്പൊ ഒരു പോളിസിയെ കുറിച്ചോ ഒരു സ്കീമിനെ കുറിച്ചോ ഒരു സിറ്റുവേഷനെ കുറിച്ചോ ഒക്കെ ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്കീം എങ്ങനെ നമ്മളെ ബെനിഫിറ്റ് ചെയ്യുന്നു, എന്തിനു വേണ്ടിയിട്ടാണ് ആ ഒരു സ്കീം കേരളത്തിൽ നടപ്പാക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ഉദാഹരണത്തിന് ഇപ്പം ICDS എന്ന സ്കീമിനെ കുറിച്ച് പൊതുവായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, ICDS എന്താ പറയേണ്ടത് 1975 തുടങ്ങിയതാണ്. ആൻഡ് അതിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത്
ഹെൽത്തും ന്യൂട്രീഷനും ഇംപ്രൂവ് ചെയ്യുക, എൻഹാൻസ് ചെയ്യുക സ്ത്രീകളിലും കുട്ടികളിലും എന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് അവിടെ ചെയ്യേണ്ടത്. അപ്പോ ആ ഒരു പശ്ചാത്തലം നമ്മൾ നൽകുക, അതാണ് ആ ഒരു ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഈ നോട്ട് ഞാൻ ഇന്നലെ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടില്ല, ഞാൻ ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് അത് ഷെയർ ചെയ്യാം എന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. ഓക്കെ, അപ്പോ എന്താ പറയേണ്ടത്, ആദ്യം നമ്മൾ അതുമായി ബന്ധപ്പെട്ട ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കുന്നത്, അതിന്റെ പ്രാധാന്യം, അതിന്റെ പ്രസക്തി, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് നമ്മൾ പറയുന്നത്. ചിലപ്പോ നമ്മൾ അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരും. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് ആ സ്കീമിനെ കുറിച്ച് നമുക്കുള്ള ആ ഒരു അറിവ് ഉണ്ട്, നമുക്ക് അറിയാം എന്നുള്ളത് അവരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതാണ് ഒരു സംഗതി നമ്മൾ ഇവിടെ നോക്കിയാൽ. ഓക്കെ, ഇനി രണ്ടാമത് ആ ഒരു 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 ഫോർമുലയിൽ വരുന്നതാണ് ആ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ചിലപ്പോ നമ്മൾ എന്താണ് ആ ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം, അല്ലെങ്കിൽ അവിടെ ഉള്ള ആ ഒരു ഗ്യാപ്പ് എന്താണ് എന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരും. അപ്പൊ ഇത് പറയുന്നതിന് എന്തെങ്കിലും ലോക്കൽ ആയിട്ടുള്ള റീസെന്റ് ആയിട്ടുള്ള ഡേറ്റ നമുക്ക് അവൈലബിൾ ആണെങ്കിൽ മാത്രം നമ്മൾ ഈ ഒരു പ്രോബ്ലത്തെ കുറിച്ച് പറയാം. കാരണം ഒരു അംഗൻവാടിയുടെ പ്രശ്നം മാത്രം എടുത്തുകൊണ്ട് നമുക്ക് അതൊരു പ്രോബ്ലം ആണെന്നും അതെല്ലാ അംഗൻവാടിയിലും പരിഹരിക്കണം എന്നൊരു ഒറ്റപ്പെട്ട സംഭവം കൊണ്ട് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. അപ്പൊ ഈ ഒരു പ്രോബ്ലം ചില സാഹചര്യത്തിൽ നമുക്കത് കൊണ്ടുവരേണ്ടതായിട്ട് വരും. ഓക്കെ, ഞാൻ ഒന്നും കൂടെ പറഞ്ഞോട്ടെ. ഞാൻ ഈ ഒരു ഫോർ സ്റ്റെപ്പ് ഫോർമുല ചില ക്വസ്റ്റ്യൻസിന്, അത് ഏതൊക്കെയാണ് ആ ക്വസ്റ്റ്യൻസ് എന്ന് ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ നമുക്കത് ഏകദേശം ഊഹിക്കാനായിട്ട് സാധിക്കും. അത് പറയുന്നത് നമ്മൾ ആ ഒരു ഇന്റർവ്യൂവിന് ആൻസേഴ്സ് കൊടുക്കുന്നത് വ്യത്യസ്തമായ ഒരു രീതിയിൽ നമുക്കത് കൊടുക്കാനായിട്ട് സാധിക്കണം എന്നുള്ളത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതി നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ ഒരു ഇച്ചിരി എലാബറേറ്റ് ആയിട്ട് തന്നെ ചില ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ പ്രശ്നം അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂ എന്താണെന്നുള്ളത് നമ്മൾ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു. അപ്പൊ നമ്മൾ ഇവിടെ പറയുന്നു, ഓക്കെ, അംഗൻവാടി 1975 തുടങ്ങിയതാണ്. ആൻഡ് അതിന്റെ ഉദ്ദേശം സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യം നല്ലതായിട്ട് പരിപാലിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോഴും കേരളത്തില് ഏകദേശം 16% കുട്ടികൾ, 5 വയസ്സിന് താഴെയുള്ള 16% കുട്ടികൾ സ്റ്റണ്ടഡ് ആണ്. അപ്പൊ ഈ ലോക്കൽ ഡേറ്റ എന്ന് പറയുന്ന ഇതാണ്. അവസാനമായിട്ട് നടന്നിട്ടുള്ള ഒരു സർവേ ആണ് ഈ പറയുന്നത്. ഈ സർവേയുടെ റിപ്പോർട്ട് നമ്മൾ ഈ ഒരു നമ്പർ ഒന്ന് ഓർത്തു വെക്കണമെന്നില്ല. 2021 നടന്ന ആ ഒരു സർവേ പ്രകാരം ഇപ്പോഴും 16%, 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ 16%, മൊത്തം കുട്ടികളുടെ അല്ല, കുട്ടികൾ എന്ന് പറഞ്ഞാൽ 18 വയസ്സ് വരെയുള്ള എല്ലാവരെയും കുട്ടികളായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അപ്പൊ ആ കുട്ടികളല്ല, 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ 16% ഇപ്പോഴും സ്റ്റണ്ടഡ് ആണ്. അവർക്ക് ആ ഒരു വളർച്ച ഉണ്ടാകുന്നില്ല, വളർച്ച മുരടിക്കുന്നു. അതെന്തുകൊണ്ടാണ് വളർച്ച മുരടിക്കുന്നത്? നമുക്കറിയാം, മാൽന്യൂട്രീഷൻ കൊണ്ടാണ് പ്രധാനമായിട്ടും ആ ഒരു വളർച്ച മുരടിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ അതിനകത്ത് പ്രോട്ടീൻ മാൽന്യൂട്രീഷൻ അവിടെ വരും, എനർജി മാൽന്യൂട്രീഷൻ അവിടെ വരും, അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, നോർമൽ ആയിട്ടുള്ള ഭക്ഷണം കിട്ടാത്ത ആ ഒരു സിറ്റുവേഷനും അവിടെ വരുന്നതായിട്ട് നമുക്ക് കാണാം, അല്ലെ? അപ്പോ ഇനി അടുത്തത് നമ്മൾ പറയുന്നത് അവിടെ ഒരു ആക്ഷൻ പ്ലാൻ, അല്ലെങ്കിൽ നിങ്ങൾ എന്ന വ്യക്തി അവിടെ ഉദ്ദേശിക്കുന്ന അപ്രോച്ച് എന്താണ്. അപ്പൊ വളരെ ബ്രീഫായിട്ട് എന്തൊക്കെയാണ് അതിന് വേണ്ട സ്റ്റെപ്സ്, അതായത് ഈ 16% എന്നുള്ളത് എങ്ങനെ നമുക്ക് കുറയ്ക്കാം എന്നുള്ളതാണ്. അപ്പൊ അത് ഓൾറെഡി ആ സ്കീമിൽ പറഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ ആ ഒരു സ്കീം കൊണ്ടുവന്നിരിക്കുന്നത് ഇന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ഇവിടെ എടുക്കാൻ പോകുന്ന സ്റ്റെപ്പ് എന്താണ്? നമ്മൾ ആ ഒരു സ്കീം ശരിക്കും പ്രാവർത്തികമാക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ അവിടെ എടുക്കാൻ പോകുന്ന ആ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് നമ്മൾ ഇതിനകത്തൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം, സ്റ്റേറ്റ് ഓൾറെഡി, അതായത് സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന കേരള സംസ്ഥാനമാണ്. സംസ്ഥാനം ഓൾറെഡി ന്യൂട്രീഷൻ പ്രോഗ്രാംസ് നടപ്പിലാക്കിയിട്ടുണ്ട്. ഒന്ന് അമൃതം ന്യൂട്രിമിക്സ് ഉണ്ട്, ആൻഡ് അത് ട്രാക്ക് ചെയ്യുന്നതിന് നമുക്ക് പോഷൻ ട്രാക്കർ ആപ്പ് ഉണ്ട്. അപ്പൊ ഡിജിറ്റൽ ടൂൾസ് അതിന് വേണ്ടി ഉപയോഗിക്കുന്നു, ഒരു ബെറ്റർ മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ട്. അത് ഡെയിലിയോ ആഴ്ചത്തോറും ഒക്കെയോ ടീച്ചേഴ്സ് അതിനകത്ത് അതിന്റെ ആ ഒരു, അല്ലെങ്കിൽ അംഗൻവാടി വർക്കേഴ്സ് അതിനകത്ത് അതിന്റെ ഇൻഫർമേഷൻ ഓരോ കുട്ടികളുടേതും അപ്ലോഡ് ചെയ്യുന്നു. അത് വെച്ച് നമുക്ക് ട്രാക്ക് ചെയ്യാം. അങ്ങനെയാണ് ആ ഡേറ്റയാണ് കളക്ട് ചെയ്ത് ഒരു സർവേക്ക് വേണ്ടി പിന്നീടൊക്കെ ഉപയോഗിക്കുന്ന ഡേറ്റ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഇനി എന്താണ് ഇതിന്റെ എക്സ്പെക്റ്റഡ് ഔട്ട്കം? അപ്പം ഏതൊരു സ്കീം നമ്മൾ എടുത്തു നോക്കിയിരുന്നാലും ഈ രണ്ട് കാര്യങ്ങൾ ആ സ്കീമിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാകും. ഒന്ന്, ആ സ്കീം എന്തുകൊണ്ട് വന്ന്,
ആ സ്കീം വരണമെങ്കിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകണം. ആ പ്രശ്നത്തിന് പരിഹാരം എന്ന നിലയിലാണ് ആ ഒരു സ്കീം അവിടെ വരുന്നത്. ഓക്കെ. ആൻഡ് ആ സ്കീം കൊണ്ട് ഈ പ്രശ്നം എത്രത്തോളം പരിഹരിക്കപ്പെടും എന്നുള്ളതും അവിടെ അത് പറയും. അപ്പൊ 100% അതിനൊരു പരിഹാരം ആവത്തില്ല. ഈ 16 എന്നുള്ളത് ചിലപ്പോൾ കുറച്ച് 8% കൊണ്ടുവരണം. അതായത് 50% അത് കുറച്ച് ഇത്ര വർഷം ആകുമ്പോഴത്തേക്ക് അത് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോ നമ്മൾ കാണുന്ന 16% കുട്ടികൾ 5 വർഷം കഴിയുമ്പോഴത്തേക്ക് ആ കുട്ടികൾ ഈ പ്രായപരിധിയിൽ നിന്ന് മാറിപ്പോയി. പിന്നെ നമ്മൾ ഏത് കുട്ടികളെയാണ് നോക്കുന്നത്? ആ 5 വർഷത്തിന് ശേഷം 5 വയസ്സിൽ താഴെയുള്ള പുതിയ കുട്ടികളെയാണ് നോക്കുന്നത്. അപ്പോഴാ പുതിയ കുട്ടികൾക്ക് ആരോഗ്യമുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ആരെയാണ് അവർ ശരിക്കും അവിടെ സംരക്ഷിക്കേണ്ടത്? ആ പുതിയ കുട്ടികൾക്ക് ജന്മം നൽകാൻ പോകുന്ന അമ്മമാരെ സംരക്ഷിച്ചാണ് അത്. ഞാൻ അതിന്റെ പിന്നിലെ ടെക്നിക്കാലിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞതാണ്. അങ്ങനെ ആ ഒരു ഡൗട്ട് വരും. അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മൾ ഇതിനെ, പിന്നെ നമുക്ക് ഓൾറെഡി അറിയാം ഈ തലമുറകൾ മാറി മാറി അല്ല ഈ ജനറേഷൻസ് മാറി പുതിയ പുതിയ കുട്ടികൾ വരുന്നതനുസരിച്ച് അവർക്ക് പ്രതിരോധ ശേഷി ഒരുപക്ഷെ കൂടുതലായിട്ട് വരാം, ബെറ്റർ ഹെൽത്തി ആയിട്ട് വരാം. അതെല്ലാം നമ്മുടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന്റെ ഇംപ്രൂവ്മെന്റിനെ തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ. അപ്പം ഈ സ്റ്റെപ്സ് ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് മാൽന്യൂട്രിഷൻ നമുക്ക് കുറച്ചു കൊണ്ടുവരാം എന്നുള്ളത് മാത്രമല്ല, എന്താ കേരളത്തിന് ഒരു നാഷണൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഈ 2025 ജൂലൈയില് അംഗൻവാടി മാനേജ്മെന്റിന്, നല്ലതുപോലെ അംഗൻവാടി മാനേജ് ചെയ്യുന്നതിന് വേണ്ടി. ഓക്കെ. അപ്പൊ അതാണ് ആ ഒരു എക്സ്പെക്റ്റഡ് ഔട്ട്കം നമ്മൾ അവിടെ പറഞ്ഞു കൊടുക്കുന്നത്. എക്സ്പെക്റ്റഡ് ഔട്ട്കമിന്റെ ഒരു 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 ഉദാഹരണമാണ് ഇവിടെ ഞാൻ മലയാളത്തിൽ കൊടുത്തിട്ടുള്ളത്. അത് ഇപ്പം ഈ ഒരു 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 സീക്വൻസ് വെച്ച് നമ്മൾ ഫോളോ ചെയ്ത് വന്നേക്കുന്നതാ. ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് യു ക്യാൻ ഗോ ത്രൂ, യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് ഈസ് എന്നാണ്. ഓക്കെ. ഇനി ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, നമ്മൾ ചെയ്തുകൂടാത്ത ചില കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ? എപ്പോഴും കേരള റെലവെന്റ് ആയിട്ടുള്ള എക്സാമ്പിൾസും നമ്പേഴ്സും നമ്മൾ ഉപയോഗിക്കുക. അങ്ങനെ ഒരു നമ്പർ നമുക്ക് അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ നമുക്ക് ഏതെങ്കിലും ഒരു ചോദ്യത്തിന്റെ ഉത്തരം കൊടുക്കുന്നതിന് ഉപയോഗിക്കേണ്ടി വരികയാണെങ്കിൽ അത് എപ്പോഴും കേരളത്തിന്റെ പശ്ചാത്തലത്തിലുള്ള നമ്പേഴ്സ് എടുക്കണം. ഒരു ഇന്ത്യ ലെവലിലുള്ള നമ്പേഴ്സ് അല്ല അവിടെ എടുക്കേണ്ടത്. കാരണം എപ്പോഴും നോക്കിക്കോ, കേരളത്തിന്റെ നമ്പേഴ്സ് എന്ന് പറയുന്നത് ആ ഒരു ഇന്ത്യൻ ആവറേജിനെക്കാളും ബെറ്റർ ആയിരിക്കും എപ്പോഴും. അതുകൊണ്ട് കേരള നമ്പേഴ്സ് എടുക്കുക. ഓക്കെ. ആൻഡ് നമ്മള് സ്കീംസിനെ കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് ഊഹിച്ചെടുത്ത് ഇങ്ങനെ ഒരു സ്കീം എന്ന് പറയുന്നതിലും ബെറ്റർ ഓൾറെഡി ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുള്ള ഒരു സ്കീമിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുക. അപ്പൊ ഇന്ന ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് ഏതാണ്, അപ്പൊ ആ ഒരു മാൽന്യൂട്രീഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രശ്നമാണെങ്കിൽ ആ ഒരു പ്രശ്നത്തിന് ഏതാണ് സ്കീം, ഇമ്മീഡിയറ്റ്ലി നമ്മുടെ മൈൻഡ് അതിനെ മാപ്പ് ചെയ്ത് കൊണ്ടുവരണം. ആ ഒരു സ്കീം ഏതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ സ്കീമിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ പറയാം. ആൻഡ് നമ്മൾ ഇതിന് കൊടുക്കുന്ന ആൻസർ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസ്ഡ് ആയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ 4 സ്റ്റെപ്പിൽ ആദ്യത്തത് ആദ്യം പറയേണ്ടത്, അതിനുശേഷം അത് കഴിഞ്ഞ് പറയേണ്ടത്, ആ ഒരു രീതിയിൽ ഓർഗനൈസ്ഡ് ആയിട്ട് തന്നെ നമുക്ക് അവിടെ ഇൻഫർമേഷൻ അങ്ങ് കൊടുക്കാം. അപ്പൊ നമ്മൾ എന്താണ് അവിടെ കാണിക്കുന്നത്? നമുക്ക് ആ പ്രശ്നവും മനസ്സിലായി, അതിനുള്ള പരിഹാരവും നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. അപ്പൊ പരിഹാര മാർഗം നമുക്കറിയാം. നമ്മൾ നമ്മുടെ സ്വന്തമായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഒന്നും അവിടെ ചെയ്യേണ്ട കാര്യമില്ല. ഗവൺമെന്റിന്റെ തന്നെ സ്കീംസ് അവിടെയുണ്ട്. അത് ഓരോ എന്താ പറയേണ്ടത്, ഓരോ 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 ഉദ്യോഗസ്ഥരുടെയും ഒരു ചുമതലയാണ് ആ സ്കീമുകൾ വ്യക്തമായി നടപ്പാക്കുക എന്നുള്ളത്. അല്ലെ? നമുക്കറിയാം നമ്മുടെ ആ ഒരു ഗവൺമെന്റ് ലെവലിൽ പലപ്പോഴും പല സ്കീമുകളും നടപ്പാകാതെ പോകുന്നത് സ്കീം ഇല്ലാത്തത് കൊണ്ടല്ല. സ്കീം അവിടെയുണ്ട്, പക്ഷേ അതിനകത്ത് ഉദ്യോഗസ്ഥർ കാണിക്കുന്ന ആ ഒരു അനാസ്ഥ മൂലമാണ് പലപ്പോഴും അത് നടക്കാതെ പോകുന്നത്. അതൊന്നും PSCക്ക് അവിടെ ഇരുന്ന് അവരടുത്ത് പറഞ്ഞു കളയരുത്. കാരണം അവരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരാണ്. ഇനി നമ്മൾ ചെയ്തുകൂടാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കഴിവതും ഒഴിവാക്കേണ്ടിയ കാര്യങ്ങൾ. ഇപ്പം ഫാക്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ചിലപ്പം ഒരു ആൻസർ കൊടുക്കുന്നതിന് ആ ഒരു ഫാക്ട് നമ്മൾ പറഞ്ഞു ഒരു തവണ പറഞ്ഞാൽ മതി. അത് വീണ്ടും വീണ്ടും പറഞ്ഞ ഒരു കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണ്ട. ഒരു കാര്യം ഒരു തവണ പറഞ്ഞാൽ മതി എന്നുള്ളത്. അതിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ 16% കുട്ടികൾ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ എങ്ങനെ പറഞ്ഞു കൊടുക്കുക അതിന്റെ അർത്ഥം എന്താണെന്ന് പറയുമ്പോഴത്തേക്ക് 16% കുട്ടികൾ, ഇപ്പൊ 100% 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ 16% കുട്ടികൾക്ക് മാൽന്യൂട്രീഷൻ ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പം അതൊരു വലിയ സംഖ്യയാണോ ചെറിയ സംഖ്യയാണോ?
എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? അപ്പൊ നോക്കിയേ 16 എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ബാക്കി എത്ര? 84 അല്ലെ? 84% കുട്ടികൾ ആരോഗ്യമുള്ളവരാണ്. ഈ 84% ആരോഗ്യമുള്ളവർ പോരല്ലേ? ആരോഗ്യം വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് 100% നമുക്ക് ആരോഗ്യം ഉള്ള കുട്ടികൾ വേണം എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ആ 16% ഒരു എന്താ പറയണ്ടേ, അത്ര നല്ല ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു നമ്പർ അല്ല. ഇനി കേരള കോണ്ടെക്സ്റ്റ്, ആ ഒരു പശ്ചാത്തലം പറയുന്നത് നമ്മൾ മറന്നു പോകരുത്. ആൻഡ് ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള സർക്കാർ പോളിസീസിനെയും നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യരുത് അവിടെ ഇരുന്നുകൊണ്ട്. കാരണം നിങ്ങൾ സർവീസിൽ കയറി കഴിഞ്ഞാല് സർവീസിന്റെ ചട്ടങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് സർക്കാരിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റില്ല. സർക്കാരിനെ കുറിച്ച് ഒരു എതിരഭിപ്രായം, സർക്കാരിനെ ക്രിട്ടിസൈസ് ചെയ്യുക എന്ന് പറഞ്ഞാല് സർക്കാരിനെ മോശം പറയാണ്. അപ്പോ സർവീസ് ചട്ടങ്ങൾ അനുസരിച്ച് അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ. ആൻഡ് എന്താ പറയേണ്ടത്, ഈ ഒരു ഇമ്പാക്റ്റുകൾ നമ്മൾ എന്തെങ്കിലും ഒരു ഉത്തരം കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ഇമ്പാക്ട് അതുകൊണ്ട് ക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ട് പ്രതീക്ഷിക്കുന്നത്, ആ വക കാര്യങ്ങൾ നമുക്ക് വിട്ടുപോകരുത്. ആ വക കാര്യങ്ങൾ അവിടെ പറയണം. കാരണം ഇമ്പാക്ട് പറയുമ്പോഴേ കൂടുതലും ആൾക്കാർക്ക് മനസ്സിലാകുകയുള്ളൂ. നമ്മൾ എന്താണ് ഒരു തിയറി പഠിപ്പിക്കുന്ന സമയത്ത് എപ്പോഴും അതിനകത്ത് നമുക്ക് നമ്മുടെ റിയൽ ലൈഫ്, ഡേ ടു ഡേ ലൈഫുമായിട്ട് കണക്ട് ചെയ്യത്തക്ക രീതിയിൽ ഒരു എക്സാമ്പിൾ കൊണ്ടുവരുന്ന എന്തിനാ? നമുക്കത് കുറെ കൂടെ മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം ആ തിയറി നമുക്ക് ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത തിയറി ആയിട്ട് നമുക്ക് ചിലപ്പോൾ മനസ്സിലായില്ലെങ്കിൽ അത് എങ്ങനെ ജീവിതത്തിൽ ഉപയോഗിക്കാം എന്നുള്ളത് ആ ഒരു എക്സാമ്പിളിലൂടെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട്സിനെ കുറിച്ച് പറയണമെന്ന് പറയുന്നത്. ഇനി ഇത് നോക്കിയേ, ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നമുക്കൊന്ന് നോക്കാം. അപ്പോ ചോദ്യം ഇതാണ്: കേരളത്തിലെ കുട്ടികളിൽ രക്തഹീനതയെ എങ്ങനെ നേരിടാമെന്ന് നിങ്ങൾ കാണുന്നു? അല്ലെങ്കിൽ അനീമിയ എങ്ങനെ ഈ ഒരു കുട്ടികളിൽ നമുക്ക് അത് പരിഹരിക്കാം? ഹൗ ഡു യു അഡ്രസ് അനീമിയ എന്നുള്ളത്. അതിന്റെ ഉത്തരം ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. കുട്ടികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് കേരളത്തിൽ സമഗ്രമായ ശിശു വികസന പദ്ധതി ഓൾറെഡി നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പൊ ICDS, അതാണ് ശിശു വികസന പദ്ധതി എന്ന് പറയുന്നത്. അത് ഓൾറെഡി നമുക്ക് നിലവിലുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും 2021 ദേശീയ കുടുംബാരോഗ്യ സർവേ പ്രകാരം 6 മുതൽ 59 മാസം വരെ പ്രായമുള്ള കുട്ടികളിൽ ഏകദേശം 32% രക്തഹീനതയുണ്ട്. ഓക്കെ. അപ്പോ നമുക്ക് ഈ ഒരു ശതമാന കണക്ക് അവിടെ അന്നേരം ഓർമ്മയില്ലെങ്കിൽ പേടിക്കണ്ട. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം, റീസെന്റ് ആയിട്ട് നടന്ന സർവേ, കുടുംബാരോഗ്യ സർവേയുടെ റിസൾട്ട് പ്രകാരം നല്ല ഒരു ശതമാനം കുട്ടികൾക്ക് രക്തഹീനത അനുഭവപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ രക്തഹീനത ഉണ്ട്. അപ്പം ഈ ഒരു സ്ഥിതി മെച്ചപ്പെടുത്താൻ വേണ്ടി അപ്പൊ നമ്മളാണ് അതിന്റെ ഉത്തരം കൊടുക്കുന്നത്. കുട്ടികൾക്ക് ആവശ്യത്തിന് ആ ഒരു അയേൺ സപ്ലിമെന്റ്സ് നമ്മൾ നൽകും എന്നുള്ളതാണ് നമ്മൾ അവിടെ പറയുന്നത്. ഓക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സ്കീം ഉണ്ടോ? ഇനി ആ സപ്ലിമെന്റ് കൊടുത്തിട്ട് അതിനെ നമ്മൾ ആ ഒരു പോർഷൻ ട്രാക്കർ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനെ ട്രാക്ക് ചെയ്യുന്നു. കുട്ടികളെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നിരീക്ഷിക്കുന്നു, അതിനുള്ള ആ ഒരു ഫോളോ അപ്പ് നടത്തുന്നു. എന്നിട്ടും മാറ്റമില്ലാത്ത കുട്ടികളെ നമ്മൾ റെഫർ ചെയ്യുന്നു ഒരു ഡോക്ടറെ അടുത്തേക്കോ ഒരു ഹെൽത്ത് സെന്ററിലേക്കോ. അങ്ങനെയാണ് നമുക്ക് ആ ഒരു ആൻസർ കൊടുക്കാനായിട്ട് സാധിക്കുക. അപ്പോ നമ്മൾ ടെക്നിക്കലി നമ്മൾ പഠിച്ചിരിക്കുന്ന എന്താണ് അനീമിയ എന്ന് നമുക്കറിയാം. അനീമിയക്ക് ഒരു പരിഹാരം എന്ന നിലയിൽ അയേൺ സപ്ലിമെന്റ്സ് കൊടുക്കും എന്നുള്ളതും നമ്മൾ ഓൾറെഡി നമ്മുടെ ഡിഗ്രി ക്ലാസ്സസിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം അനീമിയക്ക് അയേൺ ഡെഫിഷ്യൻസി കൊണ്ടാണ് അനീമിയ ഉണ്ടാകുന്നത്. അത് ഏകദേശം 8, 9, 10 മുതലൊക്കെ നമ്മൾ പഠിച്ചു വരുന്ന ഒരു കാര്യം. ഇത്രയുമാണ് നമുക്ക് ഇതിനകത്തുള്ള ടെക്നിക്കൽ നോളജ്. പക്ഷെ നിങ്ങളുടെ ആ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാല് പ്രാക്ടിക്കൽ ആണ് നിങ്ങളുടെ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ പ്രാക്ടിക്കലി എങ്ങനെ അത് ചെയ്യും? അപ്പൊ പ്രാക്ടിക്കലി നമുക്കത് ചെയ്യുന്നതിന് നമ്മൾ അനീമിയ ഡിറ്റക്ട് ചെയ്തു, അല്ലെങ്കിൽ അനീമിയ ആണെന്ന് മനസ്സിലാക്കി, അതിനുള്ള പരിഹാരം നമ്മൾ ചെയ്തു, മരുന്ന് കൊടുത്തു. അവിടെ തീരരുത്. അതിനുശേഷം ഈ പരിഹാര മാർഗം ആ കുട്ടിക്ക് ഉതകുന്നുണ്ടോ, കുട്ടി മെച്ചപ്പെടുന്നുണ്ടോ, അത് എങ്ങനെയാണ് നമ്മൾ ട്രാക്ക് ചെയ്യുന്നത്? അപ്പൊ ട്രാക്ക് ചെയ്യുന്നതിന് സർക്കാരിന് ഓൾറെഡി ഒരു സംവിധാനം ഉണ്ട്. എന്നിട്ടും അത് ഫെയിൽ ആയാൽ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് അതിനെ റെഫർ ചെയ്യുക, കുട്ടിയെ റെഫർ ചെയ്യുക മെഡിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടി എന്നുള്ള ആ ഒരു രീതിയിലേക്ക് നമ്മൾ അതിനെ മാറ്റിക്കൊണ്ടു. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ അതിന്റെ ആ ഒരു ഉത്തരം കൊടുക്കേണ്ടത്. ഇനി രണ്ടാമത് ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ ഇവിടെ നോക്കിയേ. അപ്പോ കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിലെ കുട്ടികളിൽ പോഷക ആഹാരക്കുറവ്, അതല്ലേ ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ മാൽന്യൂട്രീഷൻ എന്ന് പറയുന്നത്,
ആ കുറവ് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നടപടികൾ നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കും? അപ്പൊ ഇവിടെയും ഞാൻ പറഞ്ഞതുപോലെ എന്താ പറയേണ്ടത്, ഈ എല്ലാ ചോദ്യങ്ങളും വരത്തില്ല, ഇതിൽ ഏതെങ്കിലും ഒരു ചോദ്യമായിരിക്കും വരുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു തവണ നമ്മൾ ICDS 75 തുടങ്ങിയെന്ന് പറയുകയാണെങ്കിൽ അടുത്ത ഉത്തരം അതേ ലൈനിൽ വന്നാല് വീണ്ടും നമുക്കത് പറയണമെന്നില്ല. അപ്പൊ ഇതും 2021 സർവേ പ്രകാരം 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ 14.6 പേർക്ക് അനാരോഗ്യം അല്ലെങ്കിൽ അനാരോഗ്യകരമായ ഭാരം കാണപ്പെടുന്നു. അതാണല്ലോ മാൽന്യൂട്രീഷൻ എന്ന് ശരിക്കും പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഫലം കൊണ്ടല്ലേ ഇതുണ്ടാകുന്നത്. ഇത് പരിഹരിക്കാനായിട്ട് എല്ലാ അംഗൻവാടി കേന്ദ്രങ്ങളിലും പോഷകാഹാരം സ്ഥിരമായി നൽകുന്നത്, അല്ലെങ്കിൽ അത് ചെയ്യുന്നത് കൊണ്ട് കുട്ടികളുടെ ആ ഒരു ആരോഗ്യ നില മെച്ചപ്പെടും. അപ്പോ ആൻസറിന്റെ മോഡൽ സെയിം തന്നെയാണ്. ഇതിനകത്ത് സിറ്റുവേഷൻസും സാഹചര്യങ്ങളും അല്ലെങ്കിൽ അതിനകത്ത് ആഡ് ചെയ്യേണ്ട ഡേറ്റയും ഫാക്റ്റുകളും മാത്രമേ ഉള്ളൂ അതിനകത്ത് മാറുന്നത്. അപ്പൊ ആ ഒരു ഫോർമാറ്റ് നമ്മൾ നമ്മുടെ മൈൻഡിൽ ബിൽഡ് ചെയ്തങ്ങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകൾ വരില്ല ആൻസർ കൊടുക്കുന്നതിന്. ഇനി മറ്റൊന്ന്, കേരളത്തിലെ മാതാപിതാക്കളുടെ എന്താ പറയേണ്ടത്, പോഷക വിദ്യാഭ്യാസം എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ന്യൂട്രീഷൻ എഡ്യൂക്കേഷൻ എമംഗ് മദേഴ്സ് ഇൻ കേരള, അതിന്റെ എഫക്റ്റീവ്നെസ് എങ്ങനെ കൂടുതൽ ഫലപ്രദമാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും അതിനെക്കുറിച്ച്. അപ്പോഴും വീണ്ടും ഈ പദ്ധതി പ്രകാരം എന്തൊക്കെയുണ്ട് എന്നുള്ളതാണ് നമ്മൾ അവിടെ വിവരിക്കേണ്ടത്. അല്ലാതെ നമ്മൾ ക്ലാസ്സിൽ പഠിച്ച ആ ഒരു ഇൻഫർമേഷൻ അല്ല നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്, പദ്ധതി പ്രകാരം എന്താണ് അവിടെ നിലനിൽക്കുന്നത് എന്ന്. ഓക്കെ, അപ്പോ ഒന്ന് അല്ലെ, ചില മാതാക്കളിൽ അറിവ് കുറവ് ഉള്ളത് കൊണ്ട് എന്താ പറയേണ്ടത്, ആ ഒരു സർവേയിൽ കാണിക്കുന്നത് മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ മാതാക്കൾക്ക് അതിനുള്ള കൃത്യമായിട്ടുള്ള ആ ഒരു അറിവ് ഇല്ല എന്നാണ്. അപ്പൊ ഈ കുട്ടികളെ അത് ദോഷകരമായിട്ട് ശരിക്കും ബാധിക്കും. അപ്പൊ അതിലൊന്നാണ് വീനിങ്. വീനിങ് എന്ന് പറഞ്ഞാല് കുട്ടി ജനിച്ച ഉടനെ തന്നെ അതിന്റെ ആ ഒരു അതിന് മുലയൂട്ടുന്നത്. അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ആൻഡ് അതോടൊപ്പം തന്നെ കോംപ്ലിമെന്ററി ഫീഡിങ് നൽകേണ്ട ആ ഒരു സാഹചര്യം വരികയാണെങ്കിൽ ആ ഒരു കോംപ്ലിമെന്ററി ഫീഡിങ് തന്നെ കൊടുക്കുക. അപ്പൊ ഈ ഒരു അറിവില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് IEC, ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ, ഒന്ന് ആലോചിച്ച് നോക്ക്. കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കൊരു ടോപ്പിക് ആയിരുന്നു നിങ്ങളുടെ എക്സാമിന്, അല്ലെ? കമ്മ്യൂണിക്കേഷൻ എനിക്ക് തോന്നുന്നത് അത് സോഷ്യൽ വർക്കിന്റെയോ സോഷ്യൽ വർക്കിന്റെ ഭാഗമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഒരു ടോപ്പിക് തന്നെയായിരുന്നു. ICT ഒരു ടോപ്പിക് ആയിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ആ മാർഗങ്ങൾ നമ്മൾ ഇവിടെയാണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി മറ്റൊരു സാമ്പിൾ നോക്കിയേ. അംഗൻവാടി കേന്ദ്രങ്ങളിൽ ഭക്ഷ്യസുരക്ഷയും ശുചിത്വവും ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് എന്ത് ആണ് നിങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുക എന്നാണ്. അതിന്റെ ആൻസർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു സാമ്പിൾ ആൻസർ ആണിത്. ഈ ഒരു ആൻസർ വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് അതിനെ മോഡിഫൈ ചെയ്ത് ഇതിലെ ലാംഗ്വേജ് ഇതെല്ലാം ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ ഇട്ട് ഞാൻ മലയാളത്തിലാക്കി എടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാക്ക് കണ്ട, ഇതിന്റെ ഇടയിൽ ഒരു കന്നഡ അക്ഷരം കയറി വന്നിട്ടുണ്ട്. അപ്പൊ അത് നമ്മളൊക്കെ ഊഹിച്ചെടുത്ത് പൂരിപ്പിച്ചോണം. അത് ഞാൻ കാരണം ഈ മലയാളം ട്രാൻസ്ലേഷൻ ഒരുപാട് പ്രൂഫ് റീഡ് ചെയ്തൊന്നും ഞാൻ അതിനകത്ത് സമയം ചെലവാക്കിയില്ല. ജസ്റ്റ് ആ ട്രാൻസ്ലേറ്ററിൽ എന്റെ ഇംഗ്ലീഷ് ആൻസർ ട്രാൻസ്ലേറ്ററിൽ ഇട്ട് അങ്ങ് എടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചിലത് മാത്രം ഞാൻ കറക്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് തെറ്റുകൾ കാണും. മലയാളം ആയതുകൊണ്ട് അത് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കി എടുക്കും. ഓക്കെ, അതേപോലെയാണ് ഇവിടെ ആ ഒരു ഡയറ്റീഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് അവിടെ വേണമെങ്കിൽ ചോദിക്കാം, എന്താണ് ഒരു ബാലൻസ്ഡ് ഡയറ്റിന്റെ, അതായത് 1 മുതൽ 5 വരെ പ്രായമുള്ള കുട്ടികളുടെ ഒരു ബാലൻസ്ഡ് ഡയറ്റിന്റെ പ്രധാന സവിശേഷതകൾ അല്ലെങ്കിൽ അതിന്റെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? അപ്പൊ ഏതൊരു ഡയറ്റീഷ്യനും പറയാൻ പറ്റുന്ന ആൻസർ ആണിത്. അപ്പോ ഇവിടെയും നമ്മളൊരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ഫീച്ചേഴ്സിലേക്ക് വരുന്നു. ആ ഒരു ഡയറ്റിൽ വെറൈറ്റി ഉണ്ടായിരിക്കണം, പ്രോട്ടീൻ ഉണ്ടായിരിക്കണം, മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ടായിരിക്കണം, പിന്നെ അതിന്റെ ഫ്രീക്വൻസി നമ്മൾ കണക്കിലെടുക്കണം. കുട്ടികളാകുമ്പോഴത്തേക്ക് കൂടുതൽ 3 നേരം ഭക്ഷണം പോരാ, അതിന് കൂടുതൽ അവർക്ക് ചെറിയ ചെറിയ ക്വാണ്ടിറ്റീസിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുക. ആൻഡ് സേഫ് ആൻഡ് ഹൈജീൻ ആയിട്ട് വൃത്തിയോടുകൂടി അത് പ്രിപ്പയർ ചെയ്യണം എന്നാണ്. അപ്പൊ ഇത് ബേസിക്കലി ഡയറ്റീഷ്യൻസിനുള്ള ആ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ 3 പേരും ICDS-നല്ലേ ഇപ്പം പ്രിപ്പയർ ചെയ്യുന്നത്? പിന്നെ ആരെങ്കിലും ഉണ്ടോ ഡയറ്റീഷ്യൻ നോക്കുന്നവര്? ഓക്കെ. ഇനി
മറ്റൊരു ചോദ്യം ഇവിടെ കണ്ടില്ലേ, എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് മൈക്രോ ന്യൂട്രിയൻസ് ഇൻ പ്രിവെന്റിംഗ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് അമംഗ് വിമൻ ഇൻ കേരള. അപ്പൊ നമ്മൾ ആ ഒരു ആൻസർ, ഇപ്പൊ കേരളത്തിലെ സ്ത്രീകളിൽ പൊതു പോഷകാഹാരക്കുറവ് തടയുന്നതിന് മൈക്രോ ന്യൂട്രിയൻസിന്റെ പങ്ക് വിശദീകരിക്കാമോ? ശരിക്കും ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ മൈക്രോ ന്യൂട്രിയൻസ് എന്താണ്, എന്താ പറയേണ്ടത്, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ചെയ്യുക എന്നുള്ളത് നമ്മൾ അതിനകത്ത് മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ എന്തൊക്കെയാണ് ശരിക്കും ആ ഒരു മൈക്രോ ന്യൂട്രിയൻസിന്റെ ഇതിനകത്ത് വരിക, അല്ലെ? അയൺ, ഫോളിക് ആസിഡ്, കാൽഷ്യം, വൈറ്റമിൻ ഡി, അയഡിൻ, വൈറ്റമിൻ എ. അപ്പൊ അതിന് ശരിക്കും നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഡയറ്റ്സ് പ്രൊമോട്ട് ചെയ്യണം. ഇതെല്ലാം കൂടെ ചിലപ്പം ഒരൊറ്റ മീലിൽ നിന്ന് കിട്ടിയെന്ന് വരില്ല. അപ്പൊ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഡയറ്റ്സ് അവിടെ ഉണ്ടായിരിക്കണം. സപ്ലിമെന്റേഷൻ പ്രോഗ്രാംസ് നമുക്ക് അതിനെക്കുറിച്ച് ഇവിടെ പറയാം. അപ്പോൾ ഈ സപ്ലിമെന്റേഷൻ അല്ലെങ്കിൽ സപ്ലിമെന്ററി ടാബ്ലറ്റ്സ് ഒക്കെ കൊടുക്കുന്നത്, ഈ മരുന്നൊക്കെ കൊടുക്കുന്നത് ICDS മുഖാന്തരമാണ് നമ്മുടെ നാട്ടിൽ അതിന്റെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ മെയിനായിട്ട് നടക്കുന്നത്. പിന്നെ എന്താ പറയണ്ടേ, ESI വഴിയും ഒക്കെ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പൊ ESIയിൽ സാധാരണയായിട്ട് മരുന്ന് വാങ്ങാൻ പോകുമ്പോഴത്തേക്ക് ആ ഒരു രോഗത്തിനുള്ള മരുന്നിന് പുറമേ അവര് സപ്ലിമെന്റ്സ്, അത് ഡോക്ടർ എഴുതിയിട്ടില്ലെങ്കിൽ പോലും വൈറ്റമിൻ സി പോലെയൊക്കെയുള്ള ഗുളികൾ വെറുതെ വാരി അവർ തരും എന്നുള്ളതാണ്. ഇനി മറ്റൊരു ചോദ്യം ഇവിടെ. ഓക്കെ, വാട്ട് ഡയറ്ററി അഡ്വൈസ് വുഡ് യു ഗിവ് a pregnant woman to reduce the risk of anemia? അനീമിയയുടെ റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ഡയറ്ററി അഡ്വൈസ് ഒരു ഗർഭിണിയായ സ്ത്രീക്ക് നിങ്ങൾ കൊടുക്കും എന്നുള്ളതാണ്. അപ്പോ ഇവിടെ അതിന്റെ ആ ഒരു ഡേറ്റ നമ്മൾ നോക്കുവാണെങ്കിൽ, അവസാനം നടന്ന സർവേ ഇത് തന്നെയാണ്. 2021 സർവേ പ്രകാരം പ്രഗ്നൻസിയിൽ അനീമിയ എന്ന് പറയുന്നത് ഒരു പ്രധാന കൺസേൺ തന്നെയാണ്. ഇത് 30% പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകളെ അത് എഫക്ട് ചെയ്യുന്നു. 30% സ്ത്രീകളെ അത് എഫക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും ജനിക്കുന്ന 30% കുട്ടികളെയും അത് എഫക്ട് ചെയ്യാനുള്ള ഈക്വൽ സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതിന്റെ അർത്ഥം, അല്ലേ? അപ്പോ അയൺ റിച്ച് ഫുഡ്സ് അവർക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യും. വൈറ്റമിൻ സിയുടെ സോഴ്സസ് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു കൊടുക്കും. അതേപോലെ ടീ, കോഫി, മീൽസിനോടൊപ്പം അത് നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട് പറയും. അത് എന്തിനു വേണ്ടിയിട്ടാണ്? കാരണം ഇത് ഈ ടീയും കോഫിയും ഭക്ഷണത്തിന്റെ കൂടെ നമ്മൾ ഭക്ഷിച്ചാൽ അത് അയൺ അബ്സോർപ്ഷനെ കുറയ്ക്കും. അയൺ ഇല്ലാതെ വരുമ്പോഴത്തേക്ക് അനീമിയ ഒരു പ്രശ്നമായിട്ട് തന്നെ അവിടെ നിൽക്കും എന്നുള്ളതാണ്. പിന്നെ സപ്ലിമെന്റേഷൻ കൊടുക്കേണ്ട സാഹചര്യങ്ങൾ വരും. ആൻഡ് ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് എന്താണ് എന്നുള്ളത് നമ്മൾ അവിടെ പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ റുട്ടീൻ ആയിട്ടുള്ള കൗൺസിലിങ്ങും കാര്യങ്ങളും, അത് ക്ലിനിക്കിലായിരുന്നാലും അംഗൻവാടി സെന്റേഴ്സിലായിരുന്നാലും അത് നടത്തേണ്ട സമയത്ത് കൃത്യമായിട്ട് ആ ഒരു കൗൺസിലിംഗ് നടത്തി തന്നെ അമ്മമാർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പൊ കൗൺസിലിംഗ് ICDSന്റെ അല്ലെങ്കിൽ അംഗൻവാടി സെന്റേഴ്സിലെ കൗൺസിലിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പക്ഷേ ആ ഒരു എക്സ്പേർട്ടിനെ തന്നെയായിരിക്കും അവർ കൊണ്ടുവരിക. ചിലപ്പം നിങ്ങളും ഒക്കെ അവിടെ വിസിറ്റിംഗ് പ്രൊഫസേഴ്സിനെ പോലെ പോകേണ്ടതായിട്ട് വരും. അവര് ഡോക്ടേഴ്സിനെ, ഇതേപോലെ ഗവൺമെന്റ് ഡോക്ടേഴ്സിനെ, ഹെൽത്ത് സെന്റേഴ്സിൽ നിന്ന് ഡോക്ടേഴ്സിനെ അവർ കൊണ്ടുവരും. പിന്നെ അംഗൻവാടിയിലെ സൂപ്പർവൈസർ തന്നെ അതിന് ട്രെയിനിങ് ലഭിച്ച ഒരു വ്യക്തിയായിരിക്കും ഈ വക സെഷൻസ് അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി മറ്റൊന്ന്, what steps are taken to ensure food safety and hygiene in government run supplementary nutrition programs? അപ്പം സർക്കാർ തലത്തിൽ നടക്കുന്ന സപ്ലിമെന്ററി ന്യൂട്രീഷൻ പ്രോഗ്രാംസില് ഫുഡ് സേഫ്റ്റി ആൻഡ് ഹൈജീൻ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അവിടെ നടപ്പിലാണ്? അപ്പൊ അതിനുവേണ്ടി എന്തൊക്കെയാണ് ബേസിക്കലി നമ്മൾ നോക്കേണ്ടത്? ഒന്ന്, ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്രൂവ് ആകണം. അപ്പൊ ഇതിന്റെ പ്രധാന ഇൻഫ്രാസ്ട്രക്ചറിൽ പെട്ട ഒരു സംഗതിയാണ് അംഗൻവാടി സെന്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോ ആ സെന്റേഴ്സ് ഇംപ്രൂവ് ആയിട്ട് വേണം. ഓക്കെ, ആൻഡ് ട്രെയിനിങ് അംഗൻവാടി വർക്കേഴ്സിനും ഹെൽപ്പേഴ്സിനും റെഗുലർ ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണം. അവരെ മോണിറ്റർ ചെയ്യണം. അത് ICDS സൂപ്പർവൈസറിന്റെ ഉത്തരവാദിത്വമാണ്. പക്ഷെ നമ്മൾ ഇവിടെ എന്താണ്, ആ ഒരു സർക്കാർ നടപ്പാക്കുന്ന ന്യൂട്രീഷൻ പ്രോഗ്രാംസിൽ ഹൈജീൻ, ഫുഡ് സേഫ്റ്റി എങ്ങനെയാണ് ഉറപ്പുവരുത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഈ പറയുന്നത്. ഇനി നോക്കിയാല്, ഓക്കെ, ഇത് ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ ഇപ്പൊ പറയുന്നത്. യു ആർ പോസ്റ്റഡ് ഇൻ എ ഗവൺമെന്റ് ഹോസ്പിറ്റൽ where cases of hospital acquired malnutrition are increasing. അപ്പൊ ഹോസ്പിറ്റൽ അക്വയർഡ് ആയിട്ടുള്ള, നാച്ചുറലി വരുന്നതല്ല, ഹോസ്പിറ്റൽ അക്വയർഡ് ആണ്.
അപ്പൊ എന്ത് മെഷേഴ്സ് നിങ്ങൾ ഇവിടെ എടുക്കും ഒരു ഡയറ്റീഷ്യൻ എന്ന നിലയിൽ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ അക്വയർഡ് മാൽന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഒരു കോമൺ കൺസേൺ ആണ് കേരളത്തിന്റെ പല ഏരിയയിലും. അപ്പൊ പലപ്പോഴും കുറെ നാള് ദീർഘകാലം അവർ ഹോസ്പിറ്റലിൽ താമസിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ അവിടെ നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇപ്പം ഇൻഅഡിക്വേറ്റ് ആയിട്ടുള്ള ഡയറ്റ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് ഓൾറെഡി ഒരു ഡിസീസ് ഉള്ളത് കൊണ്ടായിരിക്കും അത് വരിക. അപ്പൊ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് നമുക്കിവിടെ എടുക്കാനായിട്ട് സാധിക്കുക? സ്ക്രീനിങ്, ഇൻഡിവിജ്വൽ ഡയറ്റ് പ്ലാൻസ് അവിടെ കൊടുക്കാം. കാരണം ഓരോ വ്യക്തിക്കും ചിലപ്പം ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ എല്ലാവർക്കും ഒരേ ഡയറ്റ് തന്നെ ഫോളോ ചെയ്യാൻ പറ്റും. കാരണം എന്താ പറയണ്ടേ, ഈ ഇൽനെസ് എന്ന് പറയുമ്പോഴത്തേക്ക് പലർക്കും പല ഇൽനെസ് വരാം എന്നുള്ളതുകൊണ്ട്. ഇനി എഡ്യൂക്കേഷൻ, അപ്പം ഹോസ്പിറ്റലിലെ സ്റ്റാഫിനെ, കിച്ചൺ സ്റ്റാഫിനെ, നഴ്സസിനെ അവർക്ക് ആ ഒരു ട്രെയിനിങ് നൽകുക. എങ്ങനെ എന്താ പറയേണ്ടത്, ഇത്തരത്തിൽ ഡെവലപ്പ് ചെയ്യുന്ന മാൽന്യൂട്രീഷനെ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന് അതിന്റെ ആ ഒരു മോണിറ്ററിങ്, ഈ ആൾക്കാർ കൃത്യമായിട്ട് ഈ ഒരു ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഉറപ്പുവരുത്തല്. പിന്നെ ഫാമിലി കൗൺസിലിംഗ് കൊടുക്കുക. അല്ല ജംഷീല, നമ്മള് 8 മണിക്ക് തുടങ്ങിയതാ. അപ്പോ ICDS ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ടിപ്പം നമ്മള് എന്താ പറയേണ്ടത്, എന്തായാലും ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇത് ലിങ്ക് ഞാൻ തരാം, ഓൾറെഡി റെക്കോർഡഡ് ആണ്. അപ്പൊ അതിന്റെ ഇത് തരാം. ഇനി മറ്റൊന്ന്, റെഗുലർ ആയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്താണ്? അപ്പോ ബാലൻസ് ഡയറ്റ് എന്താണെന്നുള്ളത് നമ്മൾ ബുക്കിൽ നിന്ന് പഠിച്ചിട്ടുള്ള ആ ഒരു സാഹചര്യങ്ങളിൽ എന്താണ് ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്നുള്ളതിന്റെ ഒരു ആൻസർ നമുക്ക് കൊടുക്കാം. അപ്പൊ ഇവിടെ ഞാൻ ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള ഒരു ആൻസർ തന്നെയാണ് ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്നുള്ളതിനെ കുറിച്ച് ഇവിടെ വിവരിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ആവശ്യമുള്ള പോയിന്റ്സ് മാത്രം എടുത്ത് ഒരു ബാലൻസ് ഡയറ്റ് എന്തെന്ന് പറയാം. അപ്പൊ ഇവിടെ ഇപ്പം എന്താ പറയേണ്ടത്, ഞാൻ ആ ഒരു കേരള കോണ്ടെക്സ്റ്റ് ഒക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുത്തിട്ട് വേണം ഒരു ബാലൻസ്ഡ് ഡയറ്റിനെ കുറിച്ച് നമുക്ക് പറയാം. നമുക്കിപ്പം കോൺ ഉൾപ്പെടുത്തിയ ഒരു ബാലൻസ്ഡ് ഡയറ്റ് നമുക്ക് കേരളത്തിന്റെ ഒരു സിറ്റുവേഷനിൽ പറയാനായിട്ട് സാധിക്കില്ല. കാരണം കോൺ അല്ലെങ്കിൽ ചോളം എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു സ്റ്റേപ്പിൾ ഫുഡ് അല്ല, അല്ലെ? ഇനി അത് വാങ്ങേണ്ടി വന്നിരുന്നാലും ആൾക്കാർ ഒരു പക്ഷേ അത് പൈസ കൊടുത്തു വാങ്ങേണ്ട ആ ഒരു സിറ്റുവേഷൻ അവിടെ വരുന്നു. അപ്പൊ അതും കൂടെ നമ്മൾ കണക്കിലെടുത്തുകൊണ്ട്, അതാണ് ആ ഒരു സിറ്റുവേഷൻ, ഒരു സ്റ്റേറ്റിന്റെ സിറ്റുവേഷൻ കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ഇനി ഒന്ന്, ഓക്കെ, അപ്പോ എപ്പോഴും നമ്മളിവിടെ ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, കഴിവതും നമുക്ക് ആ ഒരു ചോദ്യത്തിന് വേണ്ടി വരികയാണെങ്കിൽ ആ ഒരു കോണ്ടെക്സ്റ്റ് പറഞ്ഞ് നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യണം. ആൻഡ് ആ ഒരു പ്രോബ്ലം എന്തെങ്കിലും നമുക്ക് അവിടെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്യണം. റിയലിസ്റ്റിക് ആയിട്ടുള്ള സൊല്യൂഷൻസ് വേണം നമ്മൾ പറയാനായിട്ട്. ആൻഡ് എന്താ പറയണ്ടേ, അതിന്റെ ആ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട സംഗതി എന്ന് പറയുന്നത് 2-3 ആൻസേഴ്സ് വെച്ച് ഓരോ ദിവസവും നമ്മൾ ഈ ഓരോ ചോദ്യങ്ങൾക്ക്, ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ തന്നിട്ടുണ്ട്, ആ ചോദ്യങ്ങൾ എടുത്ത് നമ്മൾ ഈ ഡേറ്റ, ഈ ഫോർമുല അപ്ലൈ ചെയ്ത് 2-3 ചോദ്യങ്ങളുടെ ആൻസേഴ്സ്, പരമാവധി ഒരു 20-25 ചോദ്യങ്ങളുടെ ആൻസേഴ്സ് നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്താൽ മതി. ആ ആൻസർ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ ഒരു ആൻസറിലേക്ക് എത്തുന്നത് എന്നാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട സംഗതി. അല്ലാതെ അതിന്റെ ഉത്തരത്തിൽ, ആൻസറിലല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. നോക്ക്, നമ്മളിപ്പോ ഒരു റിട്ടൺ ടെസ്റ്റിന് പോവുകയാണെങ്കിൽ ഒരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള സിലബസ് ഉണ്ട്. ആ സിലബസിലുള്ളതെല്ലാം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ നമുക്ക് ആ ഒരു റിട്ടൺ ടെസ്റ്റ് നമുക്ക് നല്ലപോലെ എഴുതി പാസ്സാക്കാം. പക്ഷെ ഇന്റർവ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെയല്ല, അവർക്ക് എന്തും ചോദിക്കാം. അപ്പൊ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഇതാണ്. ബാക്കി ചോദ്യങ്ങളൊക്കെ വരുന്നതും എല്ലാം ഇതേപോലെ ഇരിക്കും, ഇതിന്റെ ചുവട് പിടിച്ചായിരിക്കും ബാക്കി ചോദ്യങ്ങൾ വരിക. അപ്പോ ഞാൻ ഇന്നലെ മെനിഞ്ഞാന്ന് ഞാൻ തന്ന ആ ഒരു ഷീറ്റിൽ ഇന്നത്തെ നോട്ട്സ് എന്നും പറഞ്ഞ് ഞാൻ തന്നിട്ടുണ്ടായിരുന്നല്ലോ, Day 3 അത് എടുത്ത് അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് നോക്കി നമ്മൾ ഇപ്പം ഈ മനസ്സിലാക്കിയിട്ടുള്ള ആ ഒരു സ്റ്റെപ്സ് ഉപയോഗിച്ച് അത് ചെയ്യണം. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ള, അല്ലെ എനിക്ക് അങ്ങോട്ട് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതാണ്. ഒന്നുമില്ല. ഓക്കെ, അപ്പോ ഞാനൊരു ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് ഞാൻ ഇപ്പൊ തന്നെ ഈ ഒരു ഗ്രൂപ്പിൽ ഇടും.
ആ ഒരു ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിനകത്തൊന്ന് കയറിയിട്ട് നിങ്ങൾ അതിനകത്ത് ചെറിയ ഒരു 3-4 ഡീറ്റെയിൽസ് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതെന്തിനാണ് ഞാൻ ആ ഇൻഫർമേഷൻ ചോദിച്ചേക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ മോക്ക് ഇന്റർവ്യൂവിന്റെ ടൈം അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോ നിങ്ങൾ ബേസിക്കലി നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു ഡേറ്റും ടൈമും അതിനകത്ത് പറഞ്ഞ് എനിക്ക് ആ ഫോം ഒന്ന് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ എനിക്കത് കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് എടുത്തിട്ട് എന്താ പറയേണ്ടത്, അപ്പം ഞാൻ മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത് ആ ഡേറ്റിലായിരിക്കില്ല, ആ ഒരു ടൈമിലായിരിക്കും നമ്മൾ അത് മെയിൻ ആയിട്ട് നോക്കുന്നത്. അപ്പൊ നിങ്ങൾ ചിലപ്പം ശനിയാഴ്ചയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നതെങ്കിൽ എനിക്ക് ശനിയാഴ്ച സൗകര്യം ഇല്ലെങ്കിൽ അതേ സമയത്ത് ഞാനത് ചിലപ്പം ഞായറാഴ്ച എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ടൊരു മെസ്സേജ് ഞാൻ അയക്കും. അവിടെയും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റി തിരിഞ്ഞെടുക്കാം. അപ്പൊ ഇവിടെ ആദ്യ പ്രിഫറൻസ് ICDS-കാർക്കാണ്. അതിനുശേഷമാണ് ഡയറ്റീഷ്യൻസിന്റെ മോക്ക് ഇന്റർവ്യൂസ് ഞാൻ നടത്തുക. കാരണം ICDS-ന്റെ ആണ് ആദ്യം വരുന്ന ഇന്റർവ്യൂ. ഡയറ്റീഷ്യന്റെ ഇന്റർവ്യൂ ഇതുവരെ സ്കെഡ്യൂൾ ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ഈ മോക്ക് ഇന്റർവ്യൂ ഇപ്പൊ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ തന്നെ നമ്മൾ ചെയ്യണമെന്നില്ല, കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ ചെയ്താൽ മതി. ആ മോക്ക് ഇന്റർവ്യൂ സമയത്ത് ഞാൻ തന്നിരിക്കുന്ന ചോദ്യങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കും, നിങ്ങൾ അതിന്റെ ആൻസർ പറയും. അപ്പൊ ഓരോ ആൻസർ നിങ്ങൾ പറഞ്ഞതിന് ശേഷവും നമ്മൾ അതൊന്ന് പോസ് ചെയ്ത് അതിന് ഉള്ള ഫീഡ്ബാക്ക് ഞാൻ നിങ്ങൾക്ക് അവിടെ തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ഈ ആൻസേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയെങ്കിൽ മാത്രമേ ആ ഒരു മോക്ക് ഇന്റർവ്യൂ നമുക്ക് ഫലപ്രദമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പം ആ ഒരു മോക്ക് ഇന്റർവ്യൂ ഇന്ന് ഇപ്പം കുറച്ചു പേരുടെ മോക്ക് ഇന്റർവ്യൂ ഇന്നുണ്ടായിരുന്നു. അപ്പം അതില് നല്ലതുപോലെ ആൻസർ പ്രിപ്പയർ ചെയ്ത വ്യക്തിക്കും വന്നിരുന്ന് സംസാരിക്കുമ്പോൾ അത് ചിലപ്പോൾ പറയാനുള്ള ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നു. അത് ഇന്ന് കോമൺ ആയിട്ട് നമ്മൾ കണ്ട ഒരു കാര്യമാണ് ആ പറയാനായിട്ടുള്ള. അതുകൊണ്ടാണ് ഈ ഒരു ഇന്റർവ്യൂ പ്രാക്ടീസ് എന്ന നിലയിൽ ഈ ഒരു സെഷൻ നമ്മൾ അറേഞ്ച് ചെയ്ത് ഇട്ടുള്ളത്. അപ്പോ അതിനകത്ത് നമുക്ക് ശരിക്കും അതിനെ നല്ല ഫലവത്താക്കി എടുക്കണമെങ്കിൽ നിങ്ങൾ കുറച്ച് ചോദ്യങ്ങളുടെയെങ്കിലും ആൻസേഴ്സ് ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. അപ്പോ ഇന്നത്തെ ഇതിന്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇടാം. കഴിഞ്ഞ ദിവസത്തെയും ക്ലാസിന്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു അന്ന് എല്ലാവരും ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു നോട്ട് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇടാം. ആൻഡ് ആ ഒരു എന്താ പറയേണ്ടത് ഫോമിന്റെ ലിങ്കും കൂടെ ഇടാം. അതും കൂടെ ഒന്ന് ഫിൽ ചെയ്തോളൂ. ഓക്കെ, അപ്പൊ വേറെ ചോദ്യങ്ങളൊന്നും ഇല്ല എങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആൻഡ് ഇനി നമുക്ക് മോക്ക് ഇന്റർവ്യൂവിന്റെ ക്ലാസ്സിൽ കാണാം. Okay, so thank you for joining me today and you have a good night. Thank you. Okay, thank you, sir. Thank you.